Now you tell me, man, who killed Rajiv Gandhi? This question, even now I ask. Who killed and for what? It is not IPKF or something like that. That's ഒരു മറയായിരുന്നത്. നേരെ മറിച്ച് ഈ ഹരിബാബുവിൻ്റെ ക്യാമറ അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ you people would have written off with Punjab militants, because that time Punjab militancy was going on. So do you think it was an internal conspiracy? See, it was internal conspiracy എന്നുള്ള നമ്മൾ പറയുമ്പോൾ for what എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. But then when you look at it, why always these top leaders were killed like this? Indira Gandhi, ഒരു ബിൻഡം വാലെ അല്ലെങ്കിൽ അതിന് ശേഷം എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സിനെ ആരും എന്താ കൊല്ലം ഇപ്പം കാർഷിക സംഭവം എന്നും പറഞ്ഞിട്ട് എത്ര പേര് മരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പ്രൈം മിനിസ്റ്ററിനെയും കൊല്ലാനും ഇതിനൊന്നും നടക്കുന്നില്ല. Why this family? Why 79 onwards, Sanjay Gandhi onwards, these deaths are happening? What is it behind? This is what is to be studied. ഇത് ഒരു സിഡ്നി ഷെൽഡൻ നോവൽ പോലെയാണ് എനിക്ക് കാണുന്നത്. എവിടേക്കും ഒരു പവറിന് വേണ്ടിയിട്ടുള്ളൊരു പുറകോട്ട്. ആർക്ക്, എന്തിന്, ആരാണ് അതിൻ്റെ അവകാശി? അവർക്കാണ്. അല്ല, അവർക്കുണ്ടല്ലോ ഓൾറെഡി. Then how Madhavrao Shinde was killed? How Rajesh Pilot was killed? How YSR Reddy was killed? Helicopter crash and accident? Why? Don't they have any other mode of dying? Why all these things? Either this is a question to be asked by the public to the democracy. What is it behind all these things? ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ സത്യം എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും. The people whom to be punished will not be here. We all will be wiped out. പക്ഷേ ഇതിൽ ഇന്നും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, who killed Rajiv Gandhi and for what? So do you think മരകതം ചന്ദ്രശേഖർ, ജയന്തി നടരാജൻ, അങ്ങനെ കുറേ പേരുകളൊന്നും കേട്ടു അവിടെ ഉണ്ടല്ലോ? ഞാൻ ചോദിക്കുന്നതല്ല മോനെ. ഇവരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്യൂവിൽ മാലയിടാൻ വേണ്ടി ഇവർ ഒരുമിച്ച് അവിടെ ഉണ്ട്. പിന്നീട് ഇവരെന്തേ ഡയസിലേക്കൊന്നും പോവാഞ്ഞ്? Did they know that he will not be reaching the dais? ഈ ടോപ്പ് ലീഡേഴ്സ് ആർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. It's a memorable operation. Foreign down, but still something that is ചാലഞ്ചിങ് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി വധക്കേസ് തന്നെയായിരുന്നു. ബിക്കോസ് ഇപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് ഹൗ സീരിയസ് ഇറ്റ് വാസ് എന്നുള്ളത്. സീരിയസ് എന്ന് പറയുമ്പോൾ ഒരുത്തൻ സയനൈഡ് കഴുത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനും മരണത്തിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ 3 ഇഞ്ചാണ്. ഇവിടെ നിന്നുള്ള ഈ സമയം 3 ഇഞ്ച്. ഇത് ഈ 3 ഇഞ്ചിലേക്ക് വരാൻ നോട്ട് ഈവൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈസ് റിക്വയർഡ്. ഇതിനു മുന്നേ ഞാൻ അവൻ്റെ സയനൈഡ് കയറി പിടിക്കണം, അവൻ റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ. സോ സ്റ്റെൽത്തലി യു ഗോട്ട് ടു മൂവ്. അവൻ വീട് അടച്ചിട്ടാണെങ്കിൽ അത് ചവിട്ടിപ്പൊളിക്കുക അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്ത് കയറുന്ന സമയത്ത് സൗണ്ട്, പല ഫാക്ടറുകളും ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവനെ കാണുന്ന സമയത്ത് അവനിത് പിടിക്കുന്നതിന് മുന്നേ അവൻ്റെ സയനൈഡ് കയറി പിടിക്കുകയാണ്. പക്ഷെ സയനൈഡ് കയറി പിടിക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഇത് ഈ കുപ്പി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടാം. ഈ വലിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കയറാണത്. അപ്പം ചിലപ്പം കഴുത്തിൽ അത് അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും, കിട്ടില്ല. അപ്പം ഇത് വെച്ചിട്ട് പൊട്ടാം. അതുപോലെ നമ്മൾ ചിന്തിച്ചില്ല. ഇപ്പം സീരീസ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, what stupidity you did have it എന്നുള്ളത്. But then that time it was your dedication. The order which you got was ജീവനോടെ പിടിക്കുക. അപ്പം അവിടെ പിന്നെ നമ്മുടെ അടുത്ത് തോക്കുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഈ ജീവനോടെ പിടിക്കുക എന്ന് പറയുമ്പോൾ ടാർഗറ്റ് എന്താണ്? അവൻ്റെ സയനൈഡ് അവൻ കഴിക്കുന്നതിന് മുന്നേ ഇത് വലിക്കുക. പിന്നെ അവൻ്റെ കയ്യിൽ തോക്കുണ്ടോ? തോക്കില്ല. ആ ഒറ്റ സ്ഥലത്താണ് തോക്കുണ്ടായുള്ളൂ, ശിവരാസിൻ്റെ കയ്യിൽ. അത് ലാസ്റ്റിൽ ഒരു AK-47 ഒരു പിസ്റ്റൾ ഒരു കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൈനൽ പറയാം, ബാക്കിയുള്ളതൊക്കെ അവിടെ വിട്ടേക്കുമോ. ഫൈനൽ എന്ന് പറഞ്ഞാൽ 18-ാം തീയതി August 18th എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സൺഡേ. ഈ സൺഡേ ഞങ്ങളിത് കോർണർ ചെയ്തു. ഞാനന്ന് കോർമംഗള ഗസ്റ്റ് ഹൗസ് ബാംഗ്ലൂരിലുണ്ട്. ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസം മദ്രാസിലേക്ക് വരാൻ വേണ്ടി ഹെലികോപ്റ്ററൊക്കെ റെഡിയാണ്. തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നൈറ്റിൽ ഒരു 8 മണിക്ക് നല്ല മഴയുണ്ട്. കോൾ വന്നു, രാജസ്ഥാൻ്റെ കോൾ വന്നു, ഡോ പെട്ടെന്ന് സ്റ്റേഷനിൽ. ഇങ്ങനെ എപ്പോഴും തന്നെ ഡോ എന്ന് വിളിക്കും.
ഞങ്ങളെല്ലാം കൂടെ എടുത്ത് വാരി പെറുക്കി 2 അംബാസിഡർ കാറും എടുത്തിട്ട് പെട്ടെന്ന് വിട്ട് ജയനഗർ പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെന്നപ്പം ഈ മൃദുല എന്ന് പറയുന്ന ലേഡി അവിടെ കിടക്കുന്നുണ്ട്. അവളുടെ ഇൻട്രോഗേഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുകയാണ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഓൾസോ. ഇപ്പോൾ പറഞ്ഞിങ്ങനെ 7 പേരുണ്ട്. അതിനകത്ത് 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഉണ്ട്. പിന്നെ തോക്കുണ്ടോയെന്ന് വെച്ചാൽ യെസ് തോക്കുണ്ട്. കോഴിപ്പൂലുമാരിയുള്ള ഒരു തോക്കുണ്ട്. കോഴിപ്പൂല് എന്ന് പറഞ്ഞാൽ ഈ AK-47 മാക്സിം ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ. അപ്പോൾ അവർ പറഞ്ഞ് കോഴിപ്പൂലുമാരിലൊരു തോക്കുണ്ടെന്ന്. പിന്നെ ചെറിയൊരു പിസ്റ്റളുണ്ടെന്ന്. ഇത് ഇത്രയും കിട്ടി. വേറെ എന്തെങ്കിലും കഴുത്തിലൊക്കെ കുപ്പിയുണ്ട്. എല്ലാവരുടെ കഴുത്തിലുണ്ടെന്ന്. ഓക്കെ ശരി, എന്താ സാർ ഇനിയിപ്പോൾ പോവല്ലേന്നൊക്കെ. അപ്പോഴാണ് അറിയുന്നത് ഇതൊക്കെ കൊളായിരിക്കുന്നു ഓൾറെഡി. ഞാൻ പറഞ്ഞു സാർ നേരെ പോവല്ലേന്ന് ചോദിച്ചു. ഇതോടെ കാർത്തികൻ പറഞ്ഞിട്ട് അയാൾ വന്നിട്ട് മതി. ഞാൻ പറഞ്ഞു വാട്ട് നോൺസെൻസ് സാർ, അയാൾ വന്നിട്ട് എവിടെ അയാളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹൈദരാബാദിലാണ്. ഞാൻ പറഞ്ഞു സാർ ഹൈദരാബാദിൽ ഇവിടെ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മണി 11:30. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ഹിം ടു റീച്ച് ചെയ്യുന്നത്? അപ്പോൾ രാമലിംഗം കമ്മീഷണർ, ഐ വാസ് ഇൻ എ വെരി ഗുഡ് ടേംസ് വിത്ത് ഹിം. അപ്പോൾ നമ്മൾ സാറൊന്ന് വിളിച്ചിട്ട് എനിക്ക് ലൈൻ കൊടുക്കുന്നു. വിളിച്ചിട്ട് ക്യാപ്റ്റൻ രവീന്ദ്രൻ വാണ്ട്സ് ടു സ്പീക്ക് ടു യു എന്ന് പറഞ്ഞു കാർത്തികേയൻ്റെ അടുത്ത്. കാർത്തികേയൻ ഹി വാണ്ട്സ് ടു സ്പീക്ക് ടു യു. ടെലിന്നൊക്കെ ഐ എം കമ്മിങ്. ഞാൻ അപ്പോഴത്തേക്കും ഫോൺ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു സാർ യു ആർ കമ്മിങ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. സാറിവിടെ വരുന്ന സമയത്ത് എൻ്റെ സർപ്രൈസ് എലിമെൻ്റ് ഒക്കെ പോകും. കാരണം സാർ എപ്പോഴും എത്താന്നുള്ളത് എനിക്കറിയില്ല. 2 hours യു കനോട്ട് റീച്ച്. അപ്പോൾ ഇയാളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ കിടന്നുറങ്ങണമെന്ന്. ഞാൻ കൺവിൻസ് ചെയ്തു. സാറ് വന്നിട്ട് ഒരു കാര്യം നടക്കില്ല. എൻ്റെ ഈ ഇല്ലല്ല ഐ ആസ്ക് ഫോർ മോർ ഫോഴ്സ് ടു കം. ഞാൻ പറഞ്ഞു എത്ര ഫോഴ്സ് വന്നാലും ശരി സാർ ഞാനേ പോകുള്ളൂ. നോബഡി എൽസ് വിൽ എൻ്റർ ബിക്കോസ് ദിസ് മൈ ഓപ്പറേഷൻ. Nobody can jeopardize this operation. Why? Because I was closely associated with all these movements. So you cannot just do it like this. No, I'll come. അങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ പോയി കൊനാനക്കൊണ്ട് എത്തുന്നു. മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറി ഒരു വീടുണ്ട്. അതിൻ്റെ നേരെ പുറകിലാണ് ഈ ശിവരാസിൻ്റെ വീട്. അപ്പം ഹാർഡ്ലി 10 meters or 20 meters ഡിസ്റ്റൻസ്. ഞങ്ങളാരും വാളിൻ്റെ മുകളിലൊന്നും പോയില്ല. ഞാൻ ഈ വീട്ടിനകത്തോട്ട് കയറി നോക്ക് ചെയ്തു. പതുക്കെ വിൻഡോൻ്റെ മുകളിലൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഇയാൾ പുറത്തു വന്നു. ലക്കലി ദറ്റ് മാൻ വാസ് എ വെരി റെസ്പോൺസിബിൾ സിറ്റിസൺ. അയാൾ എന്നെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ രാത്രി ഒന്ന് ആലോചിക്കും. വീടിന് മുമ്പിലൊന്നും 4 ആൾക്കാർ MP5 ബുള്ളറ്റ് പ്രൂഫും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നു. പെട്ടെന്നൊരാൾ പാനിക്കാവില്ലേ? അയാളങ്ങനെ നോക്കി. ഞാൻ ഐഡൻറ്റി കാർഡ് എടുത്ത് കാണിച്ചു വെച്ചു. വി ആർ ഫ്രം ദ NSG കമാൻഡോസ്. യു ഗോട്ട് എ ഡേഞ്ചർ ബിഹൈൻഡ് ദിസ്. ദർ ഇസ് എ ഡേഞ്ചറസ് മാൻ. Can you vacate the house? You speak English? Yes, sir, I speak English. Can you take your wife and kids and go? No. അയാൾ പോയി. അങ്ങനെ ഞങ്ങൾ ഈ വീട് ഓക്യുപ്പൈ ചെയ്യണം. ഓക്യുപ്പൈ ചെയ്തിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ വെന്റിലേറ്റർ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റവൻ്റെ വിൻഡോസും ഇതെല്ലാം കാണാം. രാത്രി മുഴുവൻ ഒബ്സർവേഷൻ കഴിഞ്ഞ് കാലത്ത് സൂര്യപ്രകാശം വരുമ്പോഴും നമ്മളിരിക്കുകയാണ് അവിടെ. ഒന്നും ആയിട്ടില്ല, ഒരു ഓർഡറും ആയിട്ടില്ല. ഒരു 10 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഐ ക്യാൻ സീ അറ്റ് ദ ഡിസ്റ്റൻസ് ഗ്രൂപ്പായിട്ട് ആൾക്കാരിങ്ങനെ വന്നിരിക്കുന്നു, അവിടെ സെറ്റിലാവുന്നു. പിന്നെ എല്ലാ സൈഡിലും ആൾക്കാർ. നമുക്ക് വേണ്ടിയിരുന്ന ഇങ്ങനെ കാണാം. 4 മണിയായപ്പോണ്ട് എനിക്ക് വയർലെസ്സിലൊരു മെസ്സേജ്. കാർത്തികൻ ഈസ് ഹിയർ, ഹി വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു യു എന്ന്. ഞാനിവിടുന്ന് ബുള്ളറ്റ് പ്രൂഫൊക്കെ അയച്ച് MP5 വെച്ച് പിസ്റ്റൾ മാത്രം അറിയത്തിരിക്കും. ഞാനൊന്നൊരു ടീഷർട്ടും ഇതുമായിരുന്നു. ഞാനപ്പോഴാണ് കാണുന്നത്. അവിടെ എത്തുമ്പോൾ ഒരു 200 മീറ്റർ നടക്കാണ്ടായിരുന്നു. നോക്കുമ്പോൾ കാണാൻ ഒരു 10-2000 CRPFൻ്റെ ആൾക്കാർ, ഒരു 10-20 ബസ്സുകൾ. അതാണ് ഈ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതേ. കാരണം ഇത്രയും ആൾക്കാരെ നിങ്ങൾ അവിടെ ഇട്ടാൽ അവർ വന്ന് ചോദിക്കില്ല ഇതെന്ത് പറ്റിയെന്നുള്ളത്. അപ്പം അതിലേതെങ്കിലും എടുത്തും പറയും ശിവരാസ ഹല്ലി എന്നും പറഞ്ഞിട്ടുണ്ടാവും. ഹല്ലി വലിയായിപ്പം. അപ്പം കട്ടയും യെസ് വാട്ട്സ് എ പ്ലാൻ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഐ ഗോട്ട് നോ പ്ലാൻസ്. Yeah, you sound very arrogant. It always happens. When a junior says something fact, senior generally snap him down by saying that you are arrogant. That's what you now said, sir. What is arrogance in this thing, sir? I told you yesterday night, by early morning, if I do the operation, I got a plan. Now that early morning is over. Now what plan? Now you tell me, sir. You told me that you will be coming here and executing it. Now you execute it, sir. I don't want to talk to him. ഞാൻ ഇങ്ങോട്ടും തിരിയുന്നു. ഇയാൾ മീഡിയ ഓൾ കം, വിൽ ഹാവ് എ ബ്രീഫിംഗ്. ഒരു 1/2 hour മറ്റുണ്ടായി.
അപ്പോഴത്തേക്കും ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ നിങ്ങളുടെ ബാറ്ററി ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്നോ, നൈറ്റ് വിഷൻ ഗോഗിൾസ്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ വന്നു, ഇവിടുന്ന് ഒരാൾ വന്നു. അപ്പോൾ ഞാൻ ഇവന്മാരുടെ നൈറ്റ് വിഷൻ ഗോഗിൾസ് മാറ്റിക്കൊണ്ടിരിക്കുക, ഈ ബൈനോക്കുലറിൽ. ഇന്ന് മാറ്റുമ്പോഴാണ് പടപടപടാന്ന് ഫയറിങ് കിച്ചൻ്റെ സൈഡിൽ നിന്ന്. ഇവിടുന്ന് MP5 എടുക്കുന്നു, ഞാൻ പോകുന്നു. ബുള്ളറ്റ് പ്രൂഫൊന്നുമില്ല, കാരണം അവിടെ മീറ്റിങ്ങിന് പോയതല്ലേ. അപ്പോൾ ബുള്ളറ്റ് പ്രൂഫൊക്കെ ഇവിടെയാണ്, ഹെൽമെറ്റ് തന്നെ. ഇങ്ങനെ അങ്ങ് പോവാണ്. പോകുന്ന സമയത്താണ് അവിടുന്ന്, അങ്ങനെയാണ് ഞാനും ശിവരാജനും കണ്ണോട് കണ്ണ് കാണുന്നത്. ആ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഡാർക്ക്നെസ്സിൽ അവൻ ഫയർ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫയർ ചെയ്യുന്നു. ജയസിംഗ് വരുന്നു, സാബ്ജി ആപ്പിനെ ബുള്ളറ്റ് പ്രൂഫ് നയിപ്പേന ബുള്ളറ്റ് പ്രൂഫ് എടുത്തിട്ട് എറിയുന്നു. ഞാൻ പറഞ്ഞു മാറണം അവിടെ നിന്ന് പറഞ്ഞു. സാബ്ജി കോടിയിലേക്ക് അവന് കിട്ടി ബുള്ളറ്റ്, ആൻഡ് ഹീ ഫെൽ ഡൗൺ. എന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പിന്നെ അവൻ ഫയർ ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും പതുക്കെ ഡാർക്ക്നെസ് സെറ്റിങ്ങിൽ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഫയർ ഫൈറ്റ് പാർട്ടീഷൻ്റെ അടുത്ത് ഫ്ലഡ് ലിറ്റ് വേണമെന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഈ സൈഡിലുള്ള വിൻഡോസ് മുഴുവൻ ഞാൻ അടിച്ച് പൊളിക്കുന്നു. കിച്ചൻ്റെ സൈഡിലുള്ളതും ഈ സൈഡിലുള്ള വിൻഡോസും ഫുൾ അടിച്ചങ്ങ് താഴ്ത്തും. അപ്പോൾ രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കാണാൻ. അപ്പം ഇനിയിപ്പോൾ അകത്ത് പോകാൻ സമ്മതിച്ചില്ലെങ്കിലും ഈ ഫ്ലഡ് ലിറ്റിങ് വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അകത്തുനിന്നൊരു മഫിൾഡ് സൗണ്ട്. അപ്പോൾ അതൊരു ക്ലോസ് ഷോട്ടാണ്. ആ ശബ്ദം കേട്ടാൽ നമുക്കറിയാം അത് ക്ലോസ് ആണെന്നുള്ളത്. പിന്നെ നമ്മൾ കാണുമ്പോഴാണ് അറിയുന്നത് ശിവരാസൻ സയനൈഡ് കഴിച്ചു. എന്നിട്ട് കിടന്നപ്പോൾ ഇവിടെ കിടന്നിരുന്ന ഈ നെഹ്റു എന്ന് പറയുന്നവൻ പോയിട്ട് പിസ്റ്റളും വെച്ചിട്ട് അവനെ വെടിയും വെച്ച്, ക്ലോസിൽ വെടിയും വെച്ച് ഇപ്പുറത്താവും വന്ന് സയനൈഡും കഴിച്ച് മരിച്ചിരിക്കുകയാണ്. ഇതാണ് പിറ്റേ ദിവസം കാലത്ത് നമുക്ക് കിട്ടുന്നത്. കാർത്തികൻ എന്നെ മെഡലിന് റെക്കമെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒക്കെ ഭയങ്കര വഴക്കം വയ്യാവിലേക്ക് നടന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ what do you get out of this? നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് പട്ടാളക്കാർ ഇതെല്ലാം ചെയ്തു. ഈ സയനൈഡ് കഴിക്കാതെ അവന്മാരൊക്കെ ജീവനോട് പിടിച്ച്, മുരുകൻ നള്ളി ഇവരൊക്കെ പിടിച്ച്, അത് കഴിഞ്ഞ് നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് ഇവരെ ഫ്രീ ആയിട്ട് വിടാൻ വേണ്ടിയിട്ട്. It is not only Rajiv Gandhi's wife who has got a right to give the pardon. There are about 16 odd or 17 odd police officers who died. What about, did you ask their wives, can we pardon these guys? അത് നിങ്ങൾ ചോദിച്ചില്ല. അപ്പം എന്താ നിങ്ങൾക്ക് തോന്നുകയാണോ രാഷ്ട്രീയം? ഈ രാജ്യം എന്ന് പറയുന്നത് രാജഭരണമാണോ? Did they ask us? ഇത്രയും റിസ്ക് എടുത്ത് ഇവരെ ജീവനോടെ പിടിക്കാമെങ്കിൽ why you didn't ask us? Ravi, would you mind pardoning them? അറ്റ്ലീസ്റ്റ് നമ്മൾ വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പക്ഷെ നമ്മൾ ആരെയും ഒരു ഡിസ്കഷനും ഇല്ലാതെ നിങ്ങൾ തോന്നിയത് കാണിക്കുക, നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചാവാൻ പോവുക. ഇതാണോ ഡെമോക്രസി എന്ന് പറയുന്നത്? ദാറ്റ്സ് നോട്ട്. ഹൈ ടൈം. എത്ര പോലീസുകാർ മരിച്ചോടെ? എന്താ അവിടെ ഒരു രാഷ്ട്രീയക്കാരൻ മരിക്കായിരുന്നു? വൈ ഇൻ SIT? Why the politicians were not interrogated? During this case, the order was not to interrogate any of the politicians. Why it was done? അന്ന് അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഓ നോ, നോട്ട് ഹെം എന്നുള്ളത്. ആർക്കാണ് അദ്ദേഹം മരിച്ചിട്ട്? അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കാം ആർക്കായിരുന്നു ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇപ്പോൾ ഹണ്ട് സീരീസ് വന്നു, നമ്മളൊക്കെ എക്സ്പോസ്ഡ് ആണ്. ക്യാപ്റ്റൻ AK രവീന്ദ്രൻ എന്ന് പറയുന്ന ആരാണെന്നുള്ളപ്പോൾ ഏകദേശം മേജർ രവി എന്നുള്ള ലെവലിലേക്ക് എത്തിയപ്പോൾ വാട്ട് ഈസ് എ സെക്യൂരിറ്റി ഫോർ അസ്? അവരൊക്കെ ഇപ്പോൾ പുറത്താണ്. മുരുകനൊക്കെ സന്യാസിയായി, പക്ഷെ നളിനി ഷീസ് എൻ അറഗൻ ഫീമെയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്കുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ എൻ്റെ ജീവിതം ജീവിച്ച് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ ഇതൊന്നും ആരും ചിന്തിക്കാറില്ലേ? അവരിപ്പോൾ ഇങ്ങനെ സീരീസ് എടുത്തിട്ട് എൻ്റെ പേരിട്ട സമയത്ത് ഐ ക്യാൻ ഫയൽ എ കേസ് അഗൈൻസ്റ്റ് ദം, ബട്ട് ഐ ആൾസോ ഹാപ്പൻ ടു ബി എ മീഡിയ പേഴ്സൺ നൗ. ഞാൻ ഇയാളെ വിളിച്ചു, നാഗേഷിനെ 2-3 ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും മൈ ഫാദർ ഈസ് വെരി സീരിയസ്, ഐ വിൽ കോൾ യു ബാക്ക് എന്ന്. ഇന്നവരാണ് വിളിച്ചിട്ടില്ല. നമ്മൾ പിന്നെ അതിനൊന്നും പോയില്ല. എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് ആവട്ടെ, ഒരു സീരീസ് വെച്ച് അത് നന്നായി പോകുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ, ഈവൻ ക്ലൈമാക്സിൽ അവർ കാണിച്ചിരിക്കുന്നത് ഒറ്റ വീടാണ്. ഒറ്റപ്പെട്ട വീടല്ലായിരുന്നു. There was 2 houses
ഞങ്ങൾ ഓക്യുപ്പൈ ചെയ്ത വീടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർക്കൊരു ക്ലാരിറ്റി വരുത്താമായിരുന്നു.